മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 8ാമത്തെ പാർട്ട് 3 ആയ സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബ്ലോഗും ഉണ്ട്. ആ ബ്ലോഗിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ഞാൻ എൻ്റർ ചെയ്തേക്കുന്നത്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കും. ഒരു സ്റ്റിച്ചിങ് ബുക്ക് പോലെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തുണി. നല്ല വശവും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ചെയ്ത് എടുത്തത് ഈ സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതിന്റെ നേരെ സെന്ററിലേക്ക് പിടിച്ച് ഒന്നിങ്ങനെ തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുമ്പോൾ ഇത് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഈ സെന്ററിലേക്ക് വരും. ആ രീതിയിലേക്ക് നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പം ശരിക്കും ട്രൗസർ പോലെ എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ സൈഡ് തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. അതിനു മുൻപ് നമുക്ക് അടിവശം നമുക്ക് മടക്കി അടിക്കണം. എന്നിട്ട് വേണം സൈഡ് കൂട്ടാനായിട്ട്. അതിന് മുൻപായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ 2.5 ഇഞ്ചോളം നമ്മളിപ്പോൾ ഓൾറെഡി ഈ ബാൻഡ് വെക്കാൻ വേണ്ടി നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യം മടക്കി അടിക്കാം. 2.5 ഇഞ്ച് എവിടെ വരണേന്ന് നോക്കാം. അടയാളപ്പെടുത്താം. 2.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഇവിടെ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ മടക്കി 1/2 ഇഞ്ച് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മടക്കി വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ ഗ്യാപ്പ് വിടാം. അത് ഇവിടെ കെട്ടിട്ട് നിർത്താം. ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെയാണ് ഞാൻ ഈ എലാസ്റ്റിക് കടത്തുന്നത്. ഇനി നമുക്ക് അടിവശം മടക്കിയടിക്കാം. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. 1 ഇഞ്ച് ഓൾറെഡി മടക്കിയടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ആ 1 ഇഞ്ച് നമുക്ക് മടക്കിയടിക്കാം. അങ്ങനെ ഒരു 1/4 ഇഞ്ച് അടിച്ചു. ഇനി അടുത്ത കാലും അതുപോലെ തന്നെ ചെയ്യാം. അതിന് മുൻപ് നമുക്ക് സൈഡൊക്കെ കൂട്ടിയടിക്കാം. അങ്ങനെ ഈ 2 സൈഡ് അടിച്ചു. നമുക്ക് ഇനി തുമ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചെടുക്കാം. ഇത് അടിക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് അടിക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. ഈ 2 സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ, അത് രണ്ടും സെന്ററിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമുക്കിത് ഡബിൾ സ്റ്റിച്ച് അടിക്കാം. ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് അടിച്ചു. എന്നിട്ട് നമുക്ക് ഓവർലോക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓവർലോക്ക് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യട്ടെ. ഇതിങ്ങനെയൊക്കെ അല്ല, ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്തെടുക്കുക. ഹാൻഡിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. അത് ഓൾറെഡി നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ളതാണ്. അതിൻ്റെ താഴെ നിന്ന് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചിന്നടിക്കുക. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ
കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുഞ്ഞ് ട്രൗസർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെക്കുക. ഈ തുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ച് കട്ട് ചെയ്ത് കളയാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചില അടിയിൽ തുണീന് വലിച്ചു പിടിച്ചോളിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ നല്ല തുണീൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് പിടിക്കും. അങ്ങനെ നമ്മൾ ഇങ്ങനെ പതിച്ചടിക്കണം നിർബന്ധമില്ല, എന്നാലും പതിച്ചടിച്ചെന്നുള്ളൂ. അങ്ങനെ നമ്മൾ ട്രൗസർ റെഡിയായി. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാം. ഇലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ചോളം ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇലാസ്റ്റിക് കയറ്റാം. ഇലാസ്റ്റിക് ഇതേപോലെ പിൻ ചെയ്യുക. ഈ ഗ്യാപ്പിലേക്ക് ഈ പിൻ ചെയ്ത് ഇലാസ്റ്റിക് കടത്താം. ഈ എലാസ്റ്റിക് മൊത്തം കയറ്റിയതിന് ശേഷം എലാസ്റ്റിക്കുകൾ ഒപ്പത്തിനൊപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് എല്ലായിടത്തേക്കും കറക്റ്റ് ലെവലിലേക്ക് എലാസ്റ്റിക് ആക്കിയതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടുണ്ടല്ലോ എലാസ്റ്റിക് കയറ്റാനായിട്ട്, അതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രൗസർ റെഡിയായി. ഞാൻ വീഡിയോ എടുത്തതിൽ ചെറിയൊരു മിസ്സിങ് വന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് മാത്രമായിട്ട് ആഡ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്